അതെ, അന്ന് തമിഴ്നാട്ടില് കൃഷി ചെയ്ത കർഷകർക്ക് ലാഭം കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ നമ്മുടെ നാട്ടിലെ കൂട്ട് തൊട്ട വൈദ്യുതിക്ക് തീ കത്തുന്നതിന്റെ കൂട്ടുള്ള റേറ്റാ. ആ സ്ഥാനത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യുമെങ്കിൽ തമിഴ്നാട്ടിൽ വന്ന് ജീവിക്കാമെങ്കിൽ എന്ത് ചെയ്താലും കാശാ. കാരണം ഏതാണ്ട് ഇതേപോലെ സർക്കാരിനെ പൂവിട്ട് പൂജിക്കണം. കാരണം ഇവിടെ കർഷകന് വൈദ്യുതി ഫ്രീ, വെള്ളം ഫ്രീ, അല്ലേ? എല്ലാം ഫ്രീ തന്നെ. കൃഷിയാണെങ്കിൽ സമൃദ്ധിയായിട്ട് വളരും. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു മുളക് പാടത്തിലാണ്. പല ഇനം മുളകുകളാണ് നിൽക്കുന്നത്. നല്ല പച്ചപ്പാട്ട്, നല്ല ഇതിന്റെയൊക്കെ ആരോഗ്യം നമുക്ക് കാണണമെങ്കിൽ എന്തോ ഗ്രീൻ, നല്ല പച്ചയായിട്ടാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഒരു മൂട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം മുളകുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വ്യക്തമായിട്ടൊന്ന് കാണിക്കാമോ? ഇത് കണ്ടോ, ഒരു മൂട്ടിലെ മുളക് കണ്ടോ? എത്രത്തോളം അവർ സംരക്ഷിച്ച് ഉള്ള കൃഷിയാണെന്നറിയാം. സമൃദ്ധിയായിട്ട് മുളക് കായ്ച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ കൃഷിഭൂമിയുടെ ഓണർ, അതായത് കർഷക ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചി ഒരു നിമിഷം. ചേച്ചി പേരിന് രാമലക്ഷ്മി. ഓക്കെ ചേച്ചി, ഈ മുളക് ഏതാ ഇനം? ഇത് ഗുണ്ടുമുളകാ, അത് സമ്പാ മുളകാ. ഇത് ഗുണ്ടുമുളക്. ഒരെണ്ണം പറിച്ചോട്ടോ. ഇതാണ് ഗുണ്ടുമുളക്. നമ്മുടെ പച്ചക്കറിയിലൊക്കെ വരുന്ന കറികളിലൊക്കെ ഇടുന്ന മുളകാണ് ഗുണ്ടുമുളക്. അത് വന്ന് വത്തല് മുളക് പൊടി. ഇത് വന്ന് വറ്റൽ മുളക് അല്ലയോ? വറ്റൽ മുളക് നമ്മളെ ഈ കടകളിലൊക്കെ ഉണക്കി കൊണ്ടുവന്ന് പൊടിക്കുന്ന മുളകാണ് ഇത്, വറ്റൽ മുളക്. ഇത് വറ്റൽ മുളക്, ഇത് ഗുണ്ടുമുളക്. ഇത് എത്ര നാളായി? ഇത് ഇപ്പൊ വച്ച് 2 മാസം ആச்சு. 2 മാസമായി. 60 നാൾ. വിളവെടുക്കാൻ തുടങ്ങിയാ? എടുത്താச்சு. ഇത് എത്ര നാൾ എടുക്കാൻ പറ്റും? ഇത് ഇപ്പൊ 5 നാൾ ആകുது എടുക്കാൻ. അല്ല, മൊത്തത്തില് 6 മാസം ആകും. 6 മാസം വരെ നമുക്ക് இருக்கும். எங்க முளகு கிருஷி லாபகரம்? லாபகரம். விலை வித்தா லாபம் வரும். இப்ப எந்த விலையுண்டு? இது வந்து 50 ரூபா, அது 40 ரூபா, 35 ரூபாய்க்கு போடுறாங்க. அதாவது ഈ ഗുണ്ടുമുളക് 50 രൂപ. இது வந்து 30, இப்போதைக்கு 30 ரூபாய்க்கு போடுறாங்க. போன முறைக்கு வந்து 45 ரூபாய்க்கு போடுறாங்க. இது மார்க்கெட்ல நீங்க உணக்கி கொடுக்குவாங்க? இது உனக்கு வேண்டாம், அப்படியே புடுங்கிட்டு போயிடுறாங்க. இப்படியே புடுங்கிட்டு போயிடலாம். இது பச்சைக்கு பழுத்துட்டாണ് എടുക്കുന്നത്? പഴുത്തിട്ടാ അത് ഇനി கொஞ்ச നാൾ ആകണം. പഴുത്തിട്ടാ ഇത് പറിക്കുന്നത്? ഇത് പച്ചയ്ക്ക് പറിക്കും അല്ലേ? ഇതൊന്നിനെ പറിച്ച് ഉണക്കുന്ന ആരാ? உனக்கு போடணும், இனி நாளாகணும். இல்ல நாங்களே புடிங்கி மெத்துல காய போட்டுருவோம். എന്നിട്ട് ഉണക്കി കൊടുക്കും. ഇതാണ് ഉണക്കെല്ലാം കൊണ്ടുപോകാൻ മാട്ടോം, ഇങ്ങதான் இருக்கும். ശരി. അന്നേരം ഇതാണ് മുളക് കൃഷി എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, ഇതിനകത്ത് വളരെ ഭംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ആരോഗ്യം. അതായത് ഒരു ഫംഗസ് ആവട്ടെ, ഒരു പ്രാണിശല്യമില്ല, ഒന്നുമില്ല. അത് മാത്രമല്ല, തമിഴ്നാട്ടില് വെള്ളത്തിന് പഞ്ഞമില്ല. കണ്ടോ, അങ്ങോട്ട് നോക്കി. இந்த வருஷம் பஞ்சம் இல்ல. കണ്ടോ, വെള്ളത്തിന് പഞ്ഞമില്ല. മഴ ഉണ്ടായിരുന്നില്ലയോ? இந்த வருஷம் பஞ்சம் இல்ல. പഞ്ഞമില്ല. நல்ல മഴയായിരുന്നു. வெங்காயம் இல்ல பூரா போச்சு. അതെ, உள்ளி போச்சு. ഉള്ളി എല്ലാം പോയി. ഉള്ളി കൃഷി ഭയങ്കര നഷ്ടമായിരുന്നു. இருந்ததுதான், இது உள்ளி இல்ல, அது உள்ளி இல்ல. அந்த தக்காளி இருக்கிறது. അതെ, ഉള്ളി കൃഷി നഷ്ടമായി പോയി. നഷ്ടമായിരുന്നു. അതെ അതെ അതെ. നമുക്ക് തമിഴ്നാട്ടില് കൃഷി ചെയ്ത കർഷകർക്ക് ലാഭം കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ നമ്മുടെ നാട്ടിലെ കൂട്ട് തൊട്ട വൈദ്യുതിക്ക് തീ കത്തുന്നതിന്റെ കൂട്ടുള്ള റേറ്റാ. ആ സ്ഥാനത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യുമെങ്കിൽ തമിഴ്നാട്ടിൽ വന്ന് ജീവിക്കാമെങ്കിൽ എന്ത് ചെയ്താലും കാശാ. കാരണം ഏതാണ്ട് ഇതേപോലെ സർക്കാരിനെ പൂവിട്ട് പൂജിക്കണം. കാരണം ഇവിടെ കർഷകന് വൈദ്യുതി ഫ്രീ, വെള്ളം ഫ്രീ, അല്ലേ? എല്ലാം ഫ്രീ തന്നെ. കൃഷിയാണെങ്കിൽ സമൃദ്ധിയായിട്ട് വളരും. പക്ഷെ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ ഒന്നും നടക്കത്തില്ല. കഷ്ടപ്പെട്ട 10 പൈസ കൈ വരും. അത് മാത്രമല്ല, ഇതൊക്കെ ഇടയ്ക്കൊക്കെ പോയി നമ്മുടെ വീട്ടിലെ ടെൻഷനും നമ്മുടെ ജീവിതത്തിലെ ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം മാറി കിട്ടും. കാലം എത്ര മണിക്ക് വന്ന്? காலையில 7 மணிக்கு வந்தோம். 7 മണിക്ക് വന്ന്. ഇനിയിപ്പോ ഇത് എന്തോ വിളവെടുക്കും? ഇപ്പം വിളവെടുക്കുന്നില്ല? இல்ல, நாளைக்கு எடுக்கணும். നാളേക്ക് എടുക്കണം. മാർക്കറ്റ് ചന്ത இல்ல, மார்க்கெட் இருக்கு, சீல்தூர் மார்க்கெட் இருக்கு. ഓക്കെ ഓക്കെ. അതും ചേച്ചിയുടെ പേര് രാമലക്ഷ്മി. ഓക്കെ, രാമലക്ഷ്മി ചേച്ചിയാണ് നമ്മുടെ ഇത്ര നേരം സംസാരിച്ചത്. വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടാതെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അച്ചായൻസ് മീഡിയ ഫോളോ ചെയ്താൽ ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാം. അന്നേരം ഫോളോ ചെയ്യാതിരിക്കാതെ. ഗുഡ് ബൈ.